പാഞ്ചാലിക്ക് എന്തുകൊണ്ടാണ് 5 ഭർത്താക്കന്മാരുണ്ടായത്? ആ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പണ്ട് ഒരു മഹർഷിക്ക് സുന്ദരിയും സദ്ഗുണസമ്പന്നയുമായ ഒരു മകളുണ്ടായിരുന്നു. പൂർവജന്മത്തിലെ ഏതോ ഒരു പാപത്തിൻ്റെ ഫലമായി അവളെ ആരും വിവാഹം കഴിച്ചില്ല. ദുഃഖിതയായ അവൾ ഉഗ്രമായ തപസ്സുകൊണ്ട് മഹാദേവനെ പ്രത്യക്ഷപ്പെടുത്തി. ഭഗവാൻ അവളോട് എന്ത് വരമാണ് വേണ്ടതെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അവൾ വളരെയധികം അത്യാഗ്രഹത്തോടുകൂടി സദ്ഗുണസമ്പന്നനായ ഭർത്താവ് വേണമെന്ന് 5 തവണ ആവശ്യപ്പെട്ടു. അതിനാൽ പരമശിവൻ ഭരതവംശജരായ 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടാകും എന്ന് അനുഗ്രഹിച്ചു. ഇത് കേട്ട അവൾ താൻ ഒരു ഭർത്താവിനെ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ഭഗവാൻ പറഞ്ഞു, നീ എന്നോട് ഭർത്താവ് വേണമെന്ന് 5 തവണ ആവശ്യപ്പെട്ടു. അതിനാൽ ഞാൻ പറഞ്ഞതിന് ഇനി മാറ്റമുണ്ടാവുകയില്ല. അങ്ങനെ അടുത്ത ജന്മത്തിൽ നിനക്ക് 5 ഭർത്താക്കന്മാരെ ലഭിക്കുമെന്ന് അനുഗ്രഹിച്ചു. ആ മുനികന്യകയാണ് പാഞ്ചാലന്റെ യാഗാഗ്നിയിൽ നിന്ന് അവതരിച്ച പാഞ്ചാലി. എന്നാൽ മഹാഭാരതത്തിൽ ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കഥയും കൂടി പറയുന്നുണ്ട്. അതായത് മഹാദേവൻ ദ്രൗപദിയെ അനുഗ്രഹിച്ച് 5 ഭർത്താക്കന്മാർ ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്നാൽ അത് നടപ്പിലാക്കാനുള്ള സാഹചര്യം വന്നു ചേർന്നത് ഇപ്രകാരമാണ്. അതായത് സ്വയംവരത്തിൽ വിജയിച്ച അർജുനൻ ഭീമനെയും ദ്രൗപദിയെയും കൂട്ടി സ്വന്തം ഗൃഹത്തിലെത്തി. എന്നിട്ട് ഭീമാർജുനന്മാർ പറഞ്ഞു, അമ്മേ, ഞാൻ ഭിക്ഷ കൊണ്ടുവന്നിരിക്കുന്നു. വീടിനുള്ളിലായിരുന്ന കുന്തി അവിടെ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ 5 പേരും ചേർന്ന് ഭുജിച്ചുകൊള്ളൂവെന്ന്. പുറത്തു വന്ന് നോക്കിയപ്പോൾ ഇത് സാധാരണ ഭിക്ഷയല്ലെന്നും പാഞ്ചാല രാജകുമാരിയെയാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്നും കണ്ടപ്പോൾ പറഞ്ഞുപോയ കാര്യത്തിൽ കുന്തിക്ക് വളരെയധികം പശ്ചാത്താപം തോന്നി. അവർ ദ്രൗപദിയെയും കൊണ്ട് യുധിഷ്ഠിരന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മകനെ, ഭീമനും അർജുനനും കൂടി ഈ രാജകുമാരിയെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞുപോയി, നിങ്ങൾ 5 പേരും ചേർന്ന് ഭുജിച്ചുകൊള്ളൂവെന്ന്. ഇന്നോളം ഞാൻ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. ഈ ദ്രൗപദിക്ക് അധർമ്മമുണ്ടാകാതെയും എൻ്റെ വാക്ക് കള്ളമാകാതെ ഇരിക്കാനും പറ്റിയ ഒരു ഉപായം നീ കണ്ടുപിടിച്ചു തരണം. ഇത് കേട്ട യുധിഷ്ഠിരൻ അല്പമൊന്ന് ആലോചിച്ചിട്ട് കുന്തിയോട് പറഞ്ഞു, അമ്മ പറഞ്ഞത് സത്യമായി തീരുക തന്നെ ചെയ്യും. അങ്ങനെ അവർ 5 പേരും യഥാക്രമം പാഞ്ചാലിയെ വിവാഹം കഴിച്ചു. അങ്ങനെ പൂർവജന്മത്തിൽ ദ്രൗപദിക്ക് മഹാദേവനിൽ നിന്ന് ലഭിച്ച അനുഗ്രഹം സത്യമായി തീരുകയും അതിന് കുന്തിയുടെ വാക്ക് നിമിത്തമാവുകയും ചെയ്തു.